കപ്പ് മത്സരം അതിൻ്റെ അങ്ങേയറ്റം ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ആര് വീഴും ആര് വാഴും അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു പറ്റം പോർച്ചുഗൽ ഫാൻസ് കൂടെയാണ്. ഇവരുടെ ഒരു കാർ റാലിയാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സംസ്ഥാനത്ത് മയക്കുമരുന്നിനെതിരെ സംസ്ഥാന സർക്കാർ തന്നെ വലിയ പോരാട്ടത്തിലാണ്. ആ ഒരു പ്രചരണം കൂടി ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മളോടൊപ്പം അവർ തന്നെ ചേരുന്നു. എന്താണ് ഇങ്ങനെ ഒരു കാർ റാലിക്ക് പിന്നിലത്? ആക്ച്വലി ഞങ്ങളെല്ലാവരും പോർച്ചുഗൽ ഫാൻസാണ്. എല്ലാവരും വണ്ടി പോർച്ചുഗൽ തീം ചെയ്തു. അതിനുശേഷമാണ് ഇതെങ്ങനെ ക്രിയാത്മകമായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ആശയമാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. കേരളമൊട്ടാകെ ഇപ്പോൾ ആഞ്ഞു വീശുന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഓൾ കേരള ട്രിപ്പ്, ദ കേരള വോയേജ് റൈഡ് ടു ഇൻസ്പയർ എന്ന പേരിൽ ഒരു ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്യും. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുള്ള സുഹൃത്തുക്കൾ നാദാപുരത്തുള്ള ഞങ്ങളോട് കൂടുകയും അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് എല്ലാ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ കാസർഗോഡിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ചൂസ് പാഷൻ നോട്ട് പോയ്സൺ എന്നുള്ള മെസ്സേജാണ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. കലാപരിപാടികൾ, മോട്ടിവേഷൻ സ്പീച്ചുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഇങ്ങനെ ഓരോ ജില്ലകളിലും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഫുട്ബോളിൻ്റെ മാമാങ്കം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളെ കുടുംബത്തെയും സമൂഹത്തെയും സുഹൃത്തുക്കളെയും നശിപ്പിക്കുന്ന ഒരു ലഹരി വേട്ടയെ തടയണോ, അതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പല ജില്ലകളിലേക്കും എത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരുപാട് അമ്മമാർ, ഉമ്മമാർ, ബാപ്പമാർ, ജ്യേഷ്ഠന്മാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രചോദനം തന്നിട്ടുണ്ട്, ധൈര്യം തന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലത്തെ യൂത്തുകൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെപ്പോലത്തെ ഒരു മുമ്പിൽ നിന്നിട്ട് ഈ ഒരു ലഹരിയോട് വിട പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷമാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു എന്താ പറയണ്ടേ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെന്തായാലും ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നല്ലൊരു ധൈര്യം നൽകുന്ന ഒരു സംഭവമാണ്. ഈ ലോകകപ്പ് ഫുട്ബോൾ അവസാനിക്കും, ഏതെങ്കിലും ഒരു ടീം ജയിക്കും. പക്ഷേ നിങ്ങളെ ഈ ഒരു പോരാട്ടം, ലഹരിക്കെതിരെയുള്ള പോരാട്ടം, അതിന് കേരളത്തിന് അപ്പുറത്തേക്കും രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ലഹരി. അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണോ ഇതൊരു പ്രചോദനമാവുന്നത്? തീർച്ചയായിട്ടും. ലഹരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു ലഹരിക്കോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആ ഒരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടെ ലഹരിയുള്ള ഒരു സുഹൃത്തിനെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. പോർച്ചുഗൽ ആരാധകരാണ്